അൽഹംദുലില്ലാ. ഭൂമിയിലെ സ്വർഗത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നമ്മുടെ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഒന്നാമതായി അള്ളാഹു നമ്മെ ഹിദായത്തിലാക്കി. രണ്ടാമതായി നമ്മുടെ റബ്ബ് നമുക്ക് ആരോഗ്യം നൽകി. സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ, കിടന്നുറങ്ങാൻ നമുക്ക് കഴിയുന്നുണ്ട്. ശ്വസിക്കാൻ നമുക്ക് യാതൊരുവിധ പ്രയാസവുമില്ല. ഭക്ഷിക്കാനും കുടിക്കാനും നമുക്ക് യാതൊരുവിധ തടസ്സവുമില്ല. എന്നിട്ടും നമ്മിൽ പല ആളുകളും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നോക്കാതെ നമുക്ക് എന്താണ് ഇല്ലാത്തത്, നമ്മുടെ അയൽവാസിക്ക് എന്താണ് ഉള്ളത്, അതിലേക്ക് നോക്കി അതേക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നവരാണ്, സങ്കടപ്പെടുന്നവരാണ്. അവന് വലിയ വീടുണ്ടല്ലോ, അവന് വലിയ കാറുണ്ടല്ലോ, ധാരാളം സമ്പത്തുണ്ടല്ലോ, എനിക്കതൊന്നുമില്ലല്ലോ, എനിക്ക് എൻ്റെ റബ്ബ് അതൊന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ച് സങ്കടപ്പെടുന്നവരാണ്. സുഹൃത്തുക്കളെ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ മഹത്വം എത്രത്തോളമാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെയൊക്കെ വീടിന് സമീപത്തുള്ള ഏതെങ്കിലുമൊക്കെ കിടപ്പ് രോഗികളുടെ അടുക്കലേക്ക് നമ്മളൊന്ന് ചെന്ന് നോക്കിയാൽ മതി. നമ്മുടെ നാടിന് സമീപത്തുള്ള ഒരു മെഡിക്കൽ കോളേജിൽ, ഏതെങ്കിലുമൊക്കെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് ഒന്ന് സന്ദർശനം നടത്തിയാൽ മതി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തിരുവനന്തപുരം RCC പോലെയുള്ള ഹോസ്പിറ്റലുകൾ ഒന്ന് നമ്മൾ സന്ദർശിക്കണം. അപ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. എന്നോട് പല രോഗികളും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, മോനെ ഉസ്താദെ ദ്വാ ചെയ്യണേ, മരിക്കാൻ വേണ്ടി ദ്വാ ചെയ്യണേ, വേദന സഹിച്ച് കിടക്കാൻ കഴിയുന്നില്ല എന്ന് എത്രയെത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ടറിയോ. ഒരിക്കൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയ സമയത്ത് ആ രോഗിയുടെ 2 കൈയും 2 കാലും അദ്ദേഹം കിടക്കുന്ന ബെഡിൻ്റെ 4 ഭാഗത്തേക്കും ചേർത്ത് കെട്ടിവെച്ചിട്ടുണ്ട്, ബന്ധിച്ചിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കേട്ട മറുപടി, അദ്ദേഹം വേദന ഇളകിക്കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് കൈകാലുകളൊക്കെ ഇട്ടടിക്കും, തലയിട്ട് ചുമരിലും മറ്റുമൊക്കെ തലയിട്ട് കുത്തും, അടിക്കും. അങ്ങനെ വലിയ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ബന്ധിച്ചിരിക്കുകയാണ് എന്നാണ്. ഇങ്ങനെ വേദനിക്കുന്ന എത്രയെത്ര മനുഷ്യന്മാരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയുന്നില്ല, ഒരിറ്റ് വെള്ളമിറക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു, ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടൊരു സുഹൃത്തുണ്ട്. ഇങ്ങനെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ്, നമ്മുടെ ചുറ്റുഭാഗത്തുള്ളപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊന്നും ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നും നമുക്ക് നൽകാതെ അള്ളാഹു നമ്മിങ്ങനെ കാത്ത്, നമ്മിങ്ങനെ സംരക്ഷിച്ച് നമുക്കൊക്കെ ജീവിക്കാൻ അവസരം അള്ളാഹു നൽകിയിട്ടുള്ളത്. ആ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. എപ്പോഴും അൽഹംദുലില്ലാ പറയുകയാണ് വേണ്ടത്. ഇല്ലാത്തതിലേക്ക് നോക്കി ഒരിക്കലും നമ്മൾ പരിഭവം പറയേണ്ടതില്ല.